ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ഈ 2024 8 മാസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. 9ാമത്തെ മാസം സെപ്റ്റംബർ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ സെപ്റ്റംബർ മാസത്തിന്റെ 1ാമത്തെ പ്രഭാതത്തിൽ ഈ പ്രഭാതത്തെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല പ്രിയമുള്ളവരെ. ഈ മാസങ്ങളിൽ, ആഴ്ചകൾ, ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ സംഭവങ്ങൾ ഈ ലോകത്ത് നടമാടി. എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, മഴയുടെ കെടുതി, ഉരുൾപൊട്ടൽ, ലോകത്തിന്റെ പല ഭാഗത്ത് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഇതെല്ലാം ഉണ്ടായപ്പോഴും, ഇങ്ങനെ സംഭവബഹുലമായ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയപ്പോഴും ഇന്നും നമ്മൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിന്റെ കരുതലാണ് എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ആ കരുതലിന് വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രഭാത മന്നയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആലോചന കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അവസാനം സ്വതന്ത്രം എന്നുള്ള വിഷയമാണ്. അതിന് ആധാരമായ ഒരു വേദഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8ാമത്തെ അധ്യായം 34ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ ഈ ലോകത്തിൽ വിവിധങ്ങളായ ആളുകളെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ചില ദുസ്വഭാവത്തിന് അഡിക്റ്റ് ആയവർ. അവരെ കാണുമ്പോൾ അവരെക്കുറിച്ച് അവരൊരുപക്ഷെ ആസക്തിയുമായി പോരാടിയ ആളുകളായിരിക്കാം. എന്നാലും അവർക്ക് അതിനോടുള്ളൊരു ആസക്തി വിട്ടുമാറാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരായി തീർന്നിരിക്കുന്നത്. അപ്പോ അതിനടിമകളായി തീർന്നിരിക്കുന്നത് പോലെ ആ ആസക്തിക്ക് അവരടിമകളായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ നിയമത്തെ നിഷേധിക്കുന്ന കാര്യം നടത്തുന്നതിന് അവരാ അടിമത്തത്തിൽ നിന്നുകൊണ്ട് ചെയ്തു പോവുകയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ബോധ മനസ്സുകൊണ്ടായിരിക്കത്തില്ല അവര് ഈ ദുശീലത്തിന്, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്നത് കൊണ്ട് അതവരെ പ്രേരിപ്പിക്കുന്നതായിരിക്കാം. ആ അടിമത്തത്തിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പലവിധമായ നിയമങ്ങളും നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെയാണ്? അവർ പാപത്തിന്റെ അടിമകളാണ്. അപ്പോ ഇങ്ങനെ നിയമം നിഷേധിക്കുന്നവർ എല്ലാവരും ആരാണ്? പാപികളാണ്. അവർ പാപത്തിൽ ജീവിക്കുന്നവരാണ്. പാപത്തിന്റെ ദാസൻ എന്ന് വെച്ചാൽ പാപത്തിന്റെ അടിമ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നത് തന്നെ അടിമത്തമാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ആ നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. കാരണം അവർ വാദിക്കുന്നത് എന്താണ്? ഇത് പഴയ നിയമമാണ്, ഇത് ചീഞ്ഞ നിയമമാണ്, ഈ കൽപ്പനകളാൽ ഞങ്ങൾ ബന്ധിതരല്ല, ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഇപ്പോൾ അവർ വാക്യമെടുത്ത് വായിക്കും. റോമർക്കെഴുതിയ ലേഖനം 8ാമത്തെ അധ്യായം 1ാമത്തെ വാക്യമെടുത്ത് വായിച്ചിട്ട് പറയും, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കൂടാതെ അതിനോട് കൂട്ടിച്ചേർക്കുന്നതിന് 3ാമത്തെ വാക്യം എന്താണ്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നും അവർ പറയും. നോക്കണം പ്രിയമുള്ളവരെ, അവരങ്ങനെ അവകാശപ്പെടുന്നത് പുരാതന എബ്രായരുടെ ആചാരപരമായ നിയമം ഇന്ന് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ പുരാതന എബ്രായർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് ദൈവം കൊടുത്തിരുന്ന നിയമങ്ങൾ 10 കൽപ്പന എബ്രായർക്ക് വേണ്ടി മാത്രം കൊടുത്തതല്ല, അത് മനുഷ്യർക്ക് കൊടുത്ത നിയമമാണ്. എന്നാൽ അവരുടെ പാപത്തെ ബോധം വരുത്തുവാനും പാപക്ഷമ എങ്ങനെ ലഭിക്കാമെന്നുള്ളതിന് ചെയ്യേണ്ടതായ ചില കർമ്മ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ആചാരപരമായ നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അതാണ് ദൈവാലയത്തിൽ യാഗമർപ്പിക്കുന്നതും എങ്ങനെ യാഗമർപ്പിക്കണമെന്നും എങ്ങനെയുള്ള വസ്തുവിനെ യാഗത്തിന് കൊണ്ടുപോകണമെന്നും അവിടെ പുരോഹിതന്റെ ശുശ്രൂഷ എന്താണെന്നും ഒക്കെ ഉള്ളത് അത് പഠിപ്പിച്ചിരുന്നു. പക്ഷേ ആ കർമ്മ ആചാര വ്യവസ്ഥകളും ആചാരവും യാഗത്തിന്റെ പരിഹാരമാകുന്ന കുഞ്ഞാട് അറക്കപ്പെടുന്നത് വരെയായിരുന്നു. കുഞ്ഞാട് കർത്താവ് യേശുക്രിസ്തു എന്ന കുഞ്ഞാട് അറക്കപ്പെടുന്നത് വരെ ആ ശുശ്രൂഷകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷകൾ നിലനിന്ന സമയത്തോളം ആ ശുശ്രൂഷകൾക്ക് നിയമവും ആവശ്യമായിരുന്നു. കർത്താവ് യേശുക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഒരിക്കൽ കാൽവരിയിൽ യാഗമായതോടുകൂടി ആ ശുശ്രൂഷ തുടർന്ന് നമ്മൾ ചെയ്യേണ്ടതില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ആടിനെയോ കാളയോ ഒന്നും യാഗമർപ്പിക്കാൻ പോകേണ്ടതില്ല. നമ്മുടെ കുഞ്ഞാടായി കർത്താവ് യേശുക്രിസ്തു അറക്കപ്പെട്ട് കഴിഞ്ഞു.
അതുകൊണ്ട് ആ യാഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ യാഗവ്യവസ്ഥകളുമില്ല, അതിന്റെ നിയമങ്ങളും നമുക്ക് ബാധകമല്ല. ആ നിയമങ്ങൾ പഴഞ്ചനായി മാറിയിരിക്കുന്നു. എന്നാൽ ധാർമ്മിക നിയമം എന്ന് പറയുന്നത്, കുല ചെയ്യരുത് എന്ന് പറയുന്നത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്ന് പറയുന്ന നിയമങ്ങൾക്ക് ഒരു കാലത്തും മാറ്റം വരുത്തുവാൻ കഴിയുന്ന നിയമമല്ല. ആ 10 കൽപ്പനകൾ ധാർമ്മിക നിയമങ്ങളാണ്. അത് അന്നും ബാധകമാണ്, ഇന്നും ബാധകമാണ്. 10 കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു നിയമത്തിനും ഒരു കാലത്തും മാറ്റം വന്നിട്ടില്ല എന്നതാണ് സത്യം. ദൈവത്തെ ഏക ദൈവമായി നാം ഇന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം ഏക ദൈവമാണ്. നമ്മൾ ഇപ്പോഴും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വണങ്ങാൻ പാടില്ലാത്തവരാണ്. വിഗ്രഹത്തെ ആരാധിക്കരുത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാവരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, ഈ നിയമങ്ങൾ ഇന്നും ബാധകമാണ്. ശബത്ത് ആചരിക്കണം എന്ന നിയമത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന നിയമത്തിനും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആഴ്ചയിൽ 7 ദിവസവും എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ആരാധനയിൽ കലർത്തിക്കൂടാ? നാം നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ നിയമം, അവന്റെ ക്രമം ഉപേക്ഷിക്കുമ്പോൾ അടിമകളായി മാറാൻ നാം സ്വയം വഴിയൊരുക്കുകയാണ്. ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് അതിനെ വ്യതിചലിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വയം അടിമകളായി മാറാൻ വഴിയൊരുക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും, അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ അവർക്ക് ഇട ഉണ്ടായിരുന്നുവല്ലോ. വിട്ടുപോകുന്ന വിഗ്രഹാരാധനകളെ ഓർത്തിട്ടാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? മടങ്ങിപ്പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നിയമത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ നിയമത്തിന് അടിമകളല്ല. ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവത്തെ നമ്മൾ അനുസരിക്കുകയാണ്, ആ ബഹുമാനം മൂലം, സ്നേഹം മൂലം. അതാണ്, അല്ലാതെ നമ്മൾ അടിമകളായി മാറുകയല്ല. അല്ലെങ്കിൽ നമുക്ക് തിരികെ പോകാൻ അവസരമുണ്ടായിരുന്നു എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം. അതിനുശേഷം സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അവരുടെ ആഴ്ചയുടെ ദിവസത്തിന് ഒരു മാറ്റം വരുത്തി. സാധാരണ നമ്മൾ കാണുന്ന 7 ദിവസത്തെ ആഴ്ചയാണ്. എന്നാൽ അവരെന്ത് ചെയ്തു? 10 ദിവസം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ട് അവർ മാറ്റി. അപ്പോ 10ാമത്തെ ദിവസം വിശ്രമം അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ സമ്പ്രദായം അധികം നാൾ നിലനിന്നില്ല. കാരണം തൊഴിലാളികൾക്ക് 10 ദിവസം വരെ 9 ദിവസം വരെ തുടർച്ചയായി വേല ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രയാസമുള്ളതായിരുന്നു, ശാരീരികമായി ക്ഷീണം ഉളവാക്കുന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ അധ്വാനത്താൽ, നീണ്ട അധ്വാനത്താൽ അവർ തളർന്നു പോയത് കൊണ്ട് ഈ നിയമം അവർക്ക് അധികം നാൾ നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ നിയമപരിധിക്കുള്ളിൽ നമ്മുടെ പ്രവൃത്തി, ആഴ്ചയിലായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചായാലും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചായാലും ദൈവ നിയമം അനുസരിക്കുന്നത് വലിയ സ്വാതന്ത്ര്യവും നേട്ടങ്ങളും ഉളവാക്കുന്നു എന്ന് അനുഭവങ്ങൾ കാലാകാലങ്ങളിൽ കാണിക്കുന്നു. ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നിടത്തോളം കാലം എന്തില്ല, നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളായാലും ശരി, ആരോഗ്യത്തിലായാലും ശരി, ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നത് നമുക്ക് വലിയ സ്വാതന്ത്ര്യം നേടിത്തരുന്നു എന്ന് അനുഭവങ്ങൾ കാലാകാലങ്ങളിൽ തെളിയിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നത് ശാശ്വതമായ നേട്ടങ്ങളും യഥാർത്ഥ സ്വാതന്ത്ര്യ ബോധവും കൈവരുത്തുന്നു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ചിന്ത നമ്മൾ പ്രായോഗികത്തിൽ വരുത്തുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതായ 10 കൽപ്പനകൾ ഒന്ന് അവലോകനം ചെയ്യുക. ഓരോ നിയമവും നമ്മെ പാപം, രോഗം, ജീവിതത്തിലെ ദുഃഖം എന്നിവയിൽ നിന്ന് എങ്ങനെ മുക്തമാക്കുന്നുവെന്ന് നമുക്കത് ശരിക്കും അവലോകനം ചെയ്തൊന്ന് ചിന്തിച്ചു നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് 119-ാം സങ്കീർത്തനത്തിന്റെ 45-ാമത്തെ വാക്യം പറയുന്നത്, 119-ാം സങ്കീർത്തനം 45-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും എന്നാണ്. അപ്പോ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ എങ്ങനെ നടക്കുന്നു? വിശാലതയിൽ നടക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. അപ്പോൾ അതൊരു രാജകീയ ന്യായപ്രമാണമാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി
അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. നോക്കണം പ്രിയമുള്ളവരെ, അപ്പൊ ദൈവത്തിന്റെ നിയമം അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ശരി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ശരി, നമ്മുടെ പ്രവർത്തനത്തിലായാലും ശരി, ആഴ്ചയിലെ ഒരാഴ്ചക്ക് 7 ദിവസം 6 ദിവസം അധ്വാനിക്കുക, 1 ദിവസം വിശ്രമിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിനായാലും പ്രവൃത്തിക്കായാലും ഉതകുന്നതാണ്. ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഇങ്ങനെ 10 കൽപ്പനകളും നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകുന്നു. നമ്മൾ അങ്ങനെ ആ കൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ തലക്കെട്ട് ഹെഡിങ് പറഞ്ഞതുപോലെ അവസാനം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കപ്പെട്ടവരായി വീണ്ടെടുക്കപ്പെട്ടവരായി മാറ്റുന്നു. നമ്മൾ അനുസരണമുള്ളവരായി മാറുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങൾ ഓരോരുത്തരും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ച് അവലോകനം ചെയ്ത് അതിനെ മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജന്മദിനം ഉള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. ഇന്ന് പ്രധാനപ്പെട്ട 3 പേരുടെ ജന്മദിനമുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് പൂന്തോപ്പ് സഭയിലെ പാസ്റ്റർ AJ ടിറ്റോയുടെ ജന്മദിനമാണ്. അതുപോലെ അമ്പനാട് സഭയിലെ പാസ്റ്റർ ജോഷുവയുടെ ജന്മദിനമാണ്. കുറ്റപ്പുഴ സഭയിലെ മിസ്റ്റർ അക്യുലാസ് അനീഷിന്റെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ട 3 പേർക്കും എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു. ദൈവം അവർക്ക് നൽകുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാവട്ടെ. ആരോഗ്യവും ബലവും ബുദ്ധിയും എല്ലാം ദൈവം നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഈ 2024 9-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇതൊന്നും ഞങ്ങളുടെ മിടുക്കല്ല കർത്താവെ, അവിടുത്തെ കരുതൽ മാത്രമാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം അനുസരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒന്നിനും അടിമകളല്ല. ഞങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. ആരോഗ്യപരമായി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ സ്വസ്ഥതയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന തീരും. അത് ആ വചനം അനുസരിക്കുവാൻ, ആ കൽപ്പന അനുസരിക്കുവാൻ കർത്താവെ, അത് ശാശ്വത നിയമമായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ, അത് അനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ജന്മദിനം ഓർക്കുന്നവർ, അവരുടെ പേരുകൾ പറയപ്പെട്ടു, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ, തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മളാൽ നിറച്ച് അന്ത്യത്തോളം കാത്തു പരിപാലിക്കണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ.